ഹായ് ഓൾ. സോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ വീട്ടിലൊരു കുട്ടി ഇൻഡോർ പ്ലാന്റ് സെറ്റപ്പും അതിൻ്റെ ചുറ്റും കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്നും അതെവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ ഒന്ന് കാണാം. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ ഒരു കീ ഹോൾഡർ ഉണ്ട്. അപ്പം അവിടെ അത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഈ കാണുന്ന ഒരു കുട്ടി പൂച്ചക്കുട്ടി എന്ന് പറയുന്നത് ഇയർപോഡ് ഹാങ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു അലാം ക്ലോക്കാണ്. ഇതും നമ്മൾ 8 മണിക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം 7:50 8 മണി കഴിഞ്ഞിട്ടൊക്കെ അടിക്കുള്ളൂ. അക്യുറേറ്റ് ആയിട്ടല്ല അത് വർക്ക് ചെയ്യുന്നത്. സോ അതും അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ കയറി വരുന്ന ആ ഒരു കീ ഹോൾഡറിൻ്റെ അവിടെ വെച്ചേക്കാം. പിന്നെ ഈ ഒരു ഡ്രീം ക്യാച്ചർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു 3-4 വർഷം മുമ്പ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഹൗസ് കീ ആണ്. ആ കാണുന്ന കുട്ടി കീ ചെയിനും അതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പം ഈ പറഞ്ഞേക്കുന്ന 4 സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ കുഞ്ഞ് സ്റ്റാൻഡ്, ഇത് ആ പോട്ടും അത് ആർട്ടിഫിഷ്യലാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്. അതും ആമസോണിൽ തന്നെ മേടിച്ചതാണ്. ഈ പോട്ടിൻ്റെ അകത്ത് ഈ കാണുന്ന ഗ്രാസ് ഉണ്ടല്ലോ, അത് 2 ടൈപ്പ് ഉണ്ട്. 2 എണ്ണം വീതം 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം ഈ ഒരു ടൈപ്പും മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു മോഡൽ വരുന്ന രീതിക്ക്. സോ ഇതും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ട് അതവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ താഴെയാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ് വരുന്നത്. സ്റ്റാൻഡിലാണ് നമ്മൾ പ്ലാന്റ്സ് വെച്ചേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ഗാലക്സിയാണ്. അത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പം ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ആക്ച്വലി നൈറ്റ് കാണാനാണ് നല്ല ഭംഗി. അപ്പോൾ ശരിക്കും അത് അറിയാൻ പറ്റും. ശരിക്കും ഗാലക്സിയുടെ ഷേപ്പ് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതും ആമസോണിൽ തന്നെ മേടിച്ചാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ഒരു ഇൻഡോർ പ്ലാന്റ് ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. പിന്നെ പുറകിലിരിക്കുന്ന ഈ പ്ലാന്റ് ആക്ച്വലി നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇല എല്ലാം പോയി, എന്ത് പറ്റിയെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഈ പ്ലാന്റ് ഞാൻ ഇതിൻ്റെ എല്ലാം പേര് മറന്നുപോയി കേട്ടോ. ഇത് ഈ വെള്ളത്തിൽ നമ്മൾ വെച്ചിരുന്നാൽ മതി, വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ മുങ്ങി നിന്നോളും അത്. അപ്പം അങ്ങനെയുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ഈ ഒരു 2 ഐറ്റംസ് നമ്മൾ മേടിച്ചത് പ്രീമിയർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ കടയിൽ നിന്നായിരുന്നു. അപ്പം അതിൻ്റെ ഈ ഒരു താറാവിൻ്റെ മറ്റേ ചുണ്ട് പൊട്ടിപ്പോയി, ഒരു വട്ടം താഴെ പോയിട്ട് അത് പൊട്ടിപ്പോയതാണ്. സോ പിന്നെ ഇതും നമ്മൾ ഡബിൾ സൈഡ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന ഒരു പാവക്കുട്ടി. ഇതിൻ്റെ തന്നെ ഒരു ബോയുടെ പാവക്കുട്ടി ഉണ്ട്, അത് തൊട്ടപ്പുറത്ത് സ്റ്റാൻഡിലിരിക്കുന്നത്. പിന്നെ ഇത് മിനിസോയിൽ ഈ ഇടയായിട്ട് ഹാരി പോട്ടറിൻ്റെ ഒരു മെർച്ചൻസ് സെയിൽ ഉണ്ടായിരുന്നു, അവിടെ മേടിച്ചതാണ്. ഇത് ആക്ച്വലി നേരിട്ടാണ് നല്ല ഭംഗിയാട്ടോ. മൂണിൻ്റെ ഷേപ്പാണ്. അതും നൈറ്റ് ആയിരിക്കും അതിൻ്റെ ഭംഗി അറിയാനൊക്കത്തുള്ളൂ. പിന്നെ താഴെ കാണുന്ന ഇതൊരു ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് കണ്ടോ പുതിയ തളിരും ഇലയൊക്കെ വരുന്നുണ്ട്. ഇതിനങ്ങനെ വലിയ വെയിലൊന്നും വേണ്ട, വെള്ളം നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. അത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഈ കാണുന്ന പാണ്ടക്കുട്ടി, ഇതിനെ നമ്മൾ പോത്തീസിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് അങ്ങനെ. ഈ ബാക്കിലിരിക്കുന്ന ഇത് പണ്ട് നമുക്കൊക്കെ കാണില്ല, നമ്മൾ ഈ മ്യൂസിക് വരും നമ്മളത് ഇങ്ങനെ തിരിച്ചു വിടുമ്പം. സോ അത് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഇപ്പുറം വരുമ്പം കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും BTS ടിനി ടാൻ. ഇത് നമ്മുടെ BTSൻ്റെ കാർട്ടൂൺ ക്യാരക്ടറാണ്. അതും പ്രീമിയറിൽ നിന്ന് മേടിച്ചതാണ്. ഈ ചെടി അതെ കേട്ടോ, അത് വാടി തുടങ്ങി. അത് നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു. പിന്നെ ഈ ബുദ്ധേനെ നമ്മൾ പ്രീമിയറിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നമ്മുടെ മറ്റേ ലുലു മോളിൽ നിന്ന് മേടിച്ചതാണ്. അതെന്തോ ഓഫറിന് കിട്ടിയതാണ്, 129 എന്തോ കിട്ടിയതാണ്. സോ ഈ ഒരു സ്റ്റാൻഡിൽ അത്രയേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഞാനായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത ക്രിസ്മസ് ട്രീ ആണ്. നമ്മൾ ഒത്തിരി റീൽസൊക്കെ കാണില്ലായിരുന്നു, നമ്മൾ വോളിൽ തന്നെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ബാക്കി ഡെക്കോർ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് അതിൽ ഫുൾ സെറ്റപ്പ് ചെയ്തെടുത്തു. സോ ഒരു സ്റ്റാൻഡും ഒരു സൈഡും ഇത്രയാണ് വരുന്നത്, നമ്മൾ കയറി വരുന്ന സൈഡിലായിട്ട്. ഇനി തൊട്ടിപ്പുറം വേറെ സ്റ്റാൻഡുണ്ട്. അതിൻ്റെ ഫസ്റ്റത്തെ പ്ലാന്റാണിത്. ഇതും നല്ല ഹെൽത്തി പ്ലാന്റാണ്, നല്ല ഭംഗിയാണ്, നേരിട്ടാണ്, നല്ല കരിമ്പച്ചയാണ്. പിന്നെ അതിന് ചുറ്റും ഞാൻ കുട്ടി റാബിറ്റ്സിനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്ത് കേട്ടോ, നല്ല ഭംഗിയാണ് നിങ്ങളെ. ഇത് ആക്ച്വലി 3 എണ്ണമാണ്. ആ ബേസും ആ മൊയലും ആ പറഞ്ഞേക്കുന്ന മഷ്റൂം, അത് 3 അത് ഞാൻ അത് ഒറ്റയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു ടോട്ടൽ 5 റാബിറ്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ ബോയുടെ പാവയാണത്. പിന്നെ ഈ മണി പ്ലാന്റും ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കേട്ടോ വളരുന്നത്. ഇടയ്ക്കൊന്ന് വാടിപ്പോയി, പിന്നെ വെയിൽ കൊണ്ടപ്പോൾ അത് വളർന്നായിരുന്നു. പിന്നെ അതൊരു ഭയങ്കര ക്യൂട്ട് പോട്ടാണ്, നല്ല എലിഫൻറ്റിൻ്റെ ഒരു കുഞ്ഞി പോട്ടാണ്. അതിൻ്റെ ചെടി അത് കേട്ടോ, ഒരു കുട്ടി ചെടിയാണ്. അതും അങ്ങനെ വലിയ ഡാമേജ് വന്നിട്ടില്ല, നന്നായിട്ട് തന്നെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചെടി, ഇതും ചെറുതായിട്ട് വാടി തുടങ്ങി, പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് നിൽക്കുന്നുണ്ട്.
പിന്നെ ഇത് കാപ്പിക്കുരുവാണ്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മളിങ്ങനെ വയ്ക്കുമ്പം ആ ഒരു പ്രദേശം നല്ല സ്മെല്ലായിരിക്കും. പിന്നെ ഈ പോട്ട് ഞാൻ സൈഡിലൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇലയിൽ ഈ ചെറിയ ചെറിയ ഓട്ടയുള്ള ചെടിയില്ലേ, നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു. പക്ഷേ എന്തോ അത് മൊത്തത്തിൽ നശിച്ചു പോയി. ഇനി അടുത്ത എന്തെങ്കിലും ചെടി വെക്കണം. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.